തിരുവനന്തപുരം നെയ്യാറ്റിൻകര KSRTC ഡിപ്പോയിൽ ബസിന്റെ ടയറിനുള്ളിൽ കഴുത്തുഞെരുങ്ങി ജീവനക്കാരന് ഗുരുതര പരുക്ക്. നെയ്യൂർ സ്വദേശിയായ ശ്രീകുമാറിനാണ് പരുക്കേറ്റത്. സ്വിഫ്റ്റ് ബസിന്റെ ടയർ പരിശോധിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജിബിൻ, സങ്കടകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആരോഗ്യനില എങ്ങനെ? പ്രവിധ ഇന്ന് ഉച്ചയോടുകൂടിയാണ് നെയ്യാറ്റിൻകര ഡിപ്പോയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ബസ്സുകൾക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണികൾ പൂർത്തിയാക്കിയ ശേഷം അത് പരിശോധിക്കുന്ന ചുമതല ഡിപ്പോയുടെ ചുമതലയുള്ള ചാർജ്മാനാണ്. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ ചാർജ്മാനാണ് ഈ നെയ്യാർ സ്വദേശിയായിട്ടുള്ള ശ്രീകുമാർ. ഈ KSRTC സ്വിഫ്റ്റ് ബസിന്റെ ടയർ പണി പൂർത്തിയാക്കിയ ശേഷം പരിശോധിക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന്റെ തല ഈ ടയറിനുള്ളിൽ കുടുങ്ങി പോകുന്നത്. തുടർന്നാണ് ഇദ്ദേഹത്തെ ഗുരുതരമായ പരിക്കുകളോടുകൂടി നെയ്യാറ്റിൻകര തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബസിന്റെ എയർ ബലൂൺ പൊട്ടിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്താണ് KSRTC മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ ബസിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തന്നെ ഇതിന്റെ ബസിന്റെ പിൻഭാഗം ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് ഉയർത്തി നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഹൈഡ്രോളിക് പ്രഷർ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതാകാമെന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. എന്തായാലും ബസിന്റെ ഈ KSRTC നെയ്യാറ്റിൻകര ഡിപ്പോയുടെ ചാർജ്മാനായിട്ടുള്ള ശ്രീകുമാർ ഇപ്പോൾ നിലവിൽ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴുത്തിന് ഗുരുതര പരിക്കുകളോട് ചികിത്സയിലാണ്. പ്രവിധ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.